ഇന്ന് ഡബ്ബർ വെട്ടാൻ വരാന്ന് പറഞ്ഞാണല്ലോ അവനെ. ഇന്ന് വരാ നാളെ വരാ, ഇതെന്താ ആളെ സീപ്പാക്ക? ആരോടാ ആചാര്യങ്ങൾ ചൂടാണ്? ആരെങ്ങളെ പറ്റിച്ചത്? മലയാളി പണിയെടുത്ത് തിന്നലോടോ, തരികടക്ക് നടക്കണോടോ. വരാന്ന് പറഞ്ഞാലോ വരൂല്ല. ആരോടെങ്ങൾ പണിക്ക് പറഞ്ഞത് ആചാര? എന്തൊരു ചൂടാവലാണത്. നമ്മളാ വേലേതിനോടാണ് പറഞ്ഞേ. വേലായുധനോട് പണിക്ക് പറഞ്ഞ പണി നടക്കൂല ആചാര. ഓൻ ഭയങ്കര കള്ളനല്ലേ. എനിക്ക് പണിക്കാരെ കിട്ടായിട്ടല്ല, ഇന്ത്യക്കാരെ കിട്ടും. നമ്മളെ നാട്ടുകാർക്ക് ഒരു 10 റുപ്യ കിട്ടിക്കോട്ടേ വിചാരിച്ചിട്ടാണ്. അല്ല, ഇന്ത്യക്കാർ പണിക്ക് ഏൽപ്പിച്ചാൽ ഓല് ഡെയിലി പണിക്ക് വരും. പക്ഷെ ഓർക്ക് പണിയാണ് ആവശ്യം, ഓർക്ക് കായാണ് ആവശ്യം. വേലേതിന് 8 ദിവസമായിക്കണം എന്നെ സീപ്പാക്കൽ തുടങ്ങിയിട്ട്. 8 ദിവസം പണിക്കുപോയാൽ 2 ആഴ്ച അവർക്ക് ലീവാണ് വേലായുധന്. അത് ഓൻ്റെ ഒരു സ്വഭാവമാണ്. ഓൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വഭാവം ഞാൻ ഒന്ന് കാട്ടിക്കൊടുക്കാം. ഇന്നോടെ ഓൻ്റെ കളി. അജര, ഞാൻ പോവാണ്. വേലായുധനോട് എന്തേലും പറയണ. സുലൈമാനെ, അവിടെ നിൽക്ക. എന്തേ ആചാര്യ വിളിച്ചേ? പണിക്ക് ആചാര്യ ഇന്ത്യക്കാരെയാണ് വിളിക്കണത്. ഇനി ഓനോട് പണിക്ക് വരണ്ടാന്നൊന്ന് പറഞ്ഞോട്ടി. എന്നാ ഞാൻ പോട്ടെ. അത് ഞാൻ അവനോട് പറഞ്ഞോളാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ എന്തിയാ? ഞാൻ ഇവിടെ ഒരു പണി നോക്കാൻ വേണ്ടി വന്നാണ്. ഞാനോട് വരാം. ഒരു 5 മിനിറ്റ് നിങ്ങളോട് വെയിറ്റ് ചെയ്യും കേട്ടാ. ഒക്കെ നല്ല. എവിടെ സുലൈമാനെ? കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്നെ. ഞാൻ ഇവിടെ കണ്ട് വേലായുധാ. എൻ്റെ മാതിരിയാണെങ്കിൽ കഴിച്ചലായി ചെങ്ങായിയെ. ഇന്റെ മാതിരി ആരും ആദിരിക്കട്ടെ. ഇന്റെ മാതിരി കഷ്ടപ്പാടുള്ള ആരും ഉണ്ടാവില്ല. 8 ദിവസം പണിക്കുപോയാൽ 2 ആഴ്ച എനിക്ക് ലീവാണ്. കഷ്ടപ്പാടുള്ളവന് എന്നും പണിക്കുപോകില്ല. അത് ശരി, എനിക്ക് ഇന്റെ കഥ വല്ലോ അറിയാം. ആരുണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംസാരിക്കൂല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നമുള്ളത് എൻ്റെ അറിവിലൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ച്, അതിൽ കുട്ടികളും മക്കളും ഒന്നുമില്ല. എന്നിട്ട് ഓണ സമ്മതത്തോടെ തന്നെ ബാറൊന്നും കെട്ടി. വേലായുധാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്നാ? ചുരുക്കി പറഞ്ഞാല് 2 പെണ്ണുങ്ങൾക്കും കുട്ടികളായിടോ. അതിലും 3, ഇതിലും 3. ഇജ് വേലായുധാ പൊപ്പുലിയാണ് വേലായുധാ. ഒന്നും പറയണ്ട. 8 ദിവസം പണിക്ക് പോവും. ഒരു 4 ദിവസം അടുത്ത പെണ്ണിൻ്റെ അടുത്തേക്ക് പോവും. 4 ദിവസം ഈ പെണ്ണിൻ്റെ അടുത്തേക്കും പോകണം. ഭാഗ്യവാൻ. ഒരാഴ്ചക്ക് ലീവ് എടുക്കല്ലാതെ വേറെ നിവർത്തില്ല എൻ്റെ സുലൈമാനെ. ഞാൻ പാകെ കുടുങ്ങിക്കണ്. ഇങ്ങനെ ഒരു കഥ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല വേലായുധാ. എനിക്കതാ അറിയില്ലടാ. ഇതൊന്നും ഇപ്പോൾ ആൾക്കാരോട് പറയാൻ പറ്റൂല എൻ്റെ സുലൈമാനെ. ആചാര്യ എന്നെ അന്വേഷിച്ചെന്ന്. 8 ദിവസം പണിയെടുത്തുകൊണ്ട് ഞാൻ പോയതാന്ന് പറഞ്ഞു. ഫോണടിച്ചിട്ട് എടുക്കണമില്ല, എൻ്റെ ഒരു വിവരവും ഇല്ല എന്നാ പറഞ്ഞത്. ആചാര പണി കുറച്ചും പാട് തീർത്തു കൊടുക്കാണ്ട്. ഏതായാലും നാളെ പോകണം. ഇനി നീട്ടാൻ പറ്റൂല.
ഇനി എന്നോട് പണിക്ക് ചെല്ലണ്ടെന്നാണ് ആചാര്യ പറഞ്ഞേക്കണത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇജ്ജ് ചെല്ലാൻ ആചാര്യ അങ്ങനെ തന്നെയല്ലേ പറയാ. ആചാര്യ ഇന്ത്യക്കാരെ ഏൽപ്പിച്ചാണാലാ, എന്നോട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഓനത്തും ആചേര് ഞാൻ എടുത്തച്ച പണി ഞാൻ തന്നെ തീർക്കും. ഇജ്ജെന്താ വേല ഇത് എന്നോട് ചൂടാണ്? ഞാൻ എന്നോട് എന്ത് തെറ്റ് ചെയ്ത്? സാരല്ലടാ, ആചാര്യോടുള്ള ദേഷ്യത്തെ ഞാൻ എന്നോട് പറഞ്ഞതാണ്. അത് ഇജ്ജ് ആചാര്യോട് തീർത്തോ, എന്നോട് തീർക്കണ്ട. സുലൈമാനെ, ഇജ്ജ് പറഞ്ഞത് നന്നായി. ഇജ്ജ് പോയിക്കോ, ഞാൻ ആചാര്യ പോയി കണ്ടോളാം. രണ്ട് പെണ്ണുങ്ങളും 5-6 കുട്ടികളും ഈ കൂലിപ്പണി എടുത്തിട്ട് എങ്ങനെ ഓനിതൊക്കെ പോറ്റണത്? ഓനെ സമ്മതിച്ചണം. ഓന ആളൊരു ജഗചെല്ലിയാണ്. ഓനെ നമ്മൾ വിചാരിച്ച മാതിരില്ല ഓൻ്റെ കയ്യിലിരിപ്പ്. ഏയ് അല്ലാത്ത ജാതിയാണ്. മൂസകുട്ടി ആചാര്യ, ഈ പഹനെന്താ പ്രാന്ത് പിടിച്ച എൻ്റെ അടുത്ത് ബാള് ഊരി വരണേ? പണി നിങ്ങൾ ഇന്ത്യക്കാർക്ക് കൊടുക്കണണ്ട. ഞാൻ എടുത്തച്ച പണി ഞാൻ തന്നെ തീർക്കും. ഏത് കാലത്തച്ച് പണി തീർക്കാന്ന് പറഞ്ഞ്? എൻ്റെ സൗകര്യത്തിനല്ല, ഇന്റെ സൗകര്യത്തിനാണ്. അല്ലെങ്കിൽ നമുക്കാണ് പോവാ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ ആചാര്യ, മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ബിന്ദിക്കാരെ വിളിച്ചാൽ മതി. നാട്ടുകാർക്കും വീട്ടുകാർക്കും പണി കൊടുക്കണ്ട. നിങ്ങളെ പണി കണ്ടിട്ടല്ല ഞങ്ങളെ പഠിച്ചത്. നിങ്ങളെ പണിയില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്താ ആചാര്യ പ്രശ്നം? പണി വേറെ ഇതിനാണ് കൊടുക്കേ. വേലയിൽ ഒരാഴ്ച പണിക്ക് വന്നാൽ 2 ആഴ്ച അവനക്ക് ലീവാ. പിന്നെ എങ്ങനെ അവനക്ക് പണി കൊടുക്കുക? വേലായുധൻ്റെ ജീവിതം വലിയ കഥയാണ് ആചാര്യ. ഇത്ര വലിയ കഥ എന്താ സുലൈമാനെ? വേലായുധന് 2 പെണ്ണുങ്ങളും 6 കുട്ടികളുമാണ്. എന്താ ആചാര്യ? എൻ്റെ പേസിൻ്റെ ഉള്ളിൽ ഒരു ഉളികരിക്കുന്നുണ്ട്, അവൻ്റെ എടുത്താ. വെള്ളം കുട്ടി അൽഹംദുലില്ലാഹ്. എന്താ ആചാര്യ? ഈ നേർക്കോലിക്ക് 2 പെണ്ണുങ്ങളും 6 കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്റെ നേർന്തലക്ക് ഒരു അടി കിട്ടിയ മാതിരി. പണി ഇന്ത്യക്കാർക്ക് കൊടുക്കണില്ല, പണി ജനത്തോ. അത് വളരെ നന്നായി ആചാര്യ, ആ തീരുമാനം. നിങ്ങൾ 2 ആളും കൂടി ഇന്ന പേരിലൊന്നാണ് കൊണ്ട് വിട്ടാട്ടിക്കാണ് തലൻ്റെ കനം പോയിട്ടില്ല. എന്താ വേല ചെയ്താ ഇന്നൊരു പുതിയാപ്പിളായിട്ടൊരു വരവ്? ഇന്ന് വിഷുവല്ല ആചാര്യ, നിങ്ങൾക്കത് അറിയില്ല? ഇന്ന് വിഷു ആണല്ലടാ. അപ്പൊ വിഷു കഴിഞ്ഞിട്ടാ മാണ്ടടാ എനിക്ക് തന്നാളി ആചാര്യ.